വീടിന്റെ സുരക്ഷയ്ക്കായി നമ്മളിൽ ഭൂരിഭാഗം പേരും ഇന്ന് CCTV ക്യാമറകൾ സ്ഥാപിക്കാറുണ്ട്. എന്നാൽ നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി വെക്കുന്ന ക്യാമറ നിങ്ങളെ ഒരു പോലീസ് കേസിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതെ, അയൽവാസിയുടെ സ്വകാര്യത ലംഘിക്കുന്ന രീതിയിൽ ക്യാമറ വെച്ചാൽ വലിയ നിയമ നടപടികൾ നേരിടേണ്ടി വരും. ഇന്നത്തെ വീഡിയോയിൽ അയൽക്കാരുമായി തർക്കങ്ങൾ ഉണ്ടാകാതെ നിയമപരമായ പരിധിക്കുള്ളിൽ നിന്ന് എങ്ങനെ CCTV സ്ഥാപിക്കാം എന്ന് കൃത്യമായി മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ക്യാമറ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തർക്കങ്ങൾ ഒഴിവാക്കാനും നിയമപരമായി സുരക്ഷിതരാകാനും ഈ 4 കാര്യങ്ങൾ നിർബന്ധമായും പാലിക്കണം. അയൽക്കാരന്റെ കിടപ്പുമുറി, ജനലുകൾ, ബാത്റൂം പരിസരം അല്ലെങ്കിൽ അവരുടെ മുറ്റം എന്നിവ ക്യാമറയിൽ പതിയാൻ പാടില്ല. നിങ്ങളുടെ വീടിന്റെ മുൻഭാഗം സുരക്ഷിതമാക്കാൻ പൊതുവഴിയിലെ ദൃശ്യങ്ങൾ പരിമിതമായി പകർത്താം. എന്നാൽ അത് അയൽക്കാരന്റെ വീടിന്റെ ഗേറ്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യരുത്. ആധുനിക ക്യാമറകളിൽ പ്രൈവസി മാസ്കിംഗ് ഫീച്ചർ ഉണ്ട്. ഇതിലൂടെ അയൽക്കാരന്റെ ഭാഗങ്ങൾ വരുന്ന വിഷ്വൽ ബ്ലാക്ക് ഔട്ട് ചെയ്യാൻ, അതായത് മറയ്ക്കാൻ സാധിക്കും. ക്യാമറ സ്ഥാപിച്ച ശേഷം ലൈവ് ഫീഡ് പരിശോധിച്ച് അയൽവാസിയുടെ ജനൽ, ബാൽക്കണി, മുറ്റം തുടങ്ങിയ ഭാഗങ്ങൾ ദൃശ്യത്തിൽ വരുന്നില്ലെന്ന് ഉറപ്പാക്കണം. വന്നാൽ ആംഗിൾ മാറ്റുകയോ പ്രൈവസി മാസ്കിംഗ് ഉപയോഗിക്കുകയോ വേണം. നിങ്ങൾ ക്യാമറ വെക്കുന്നത് ആരെയും നിരീക്ഷിക്കാനല്ല, മറിച്ച് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അതിനായി ഇനി പറയുന്ന മുൻകരുതലുകൾ എടുക്കുക. ഈ പ്രദേശം CCTV നിരീക്ഷണത്തിലാണ് എന്ന ബോർഡ് വ്യക്തമായി പ്രദർശിപ്പിക്കുക. ക്യാമറ വെക്കുന്നതിന് മുൻപ് അയൽക്കാരോട് സംസാരിച്ച് അവരുടെ സ്വകാര്യതയെ ബാധിക്കില്ല എന്ന് ബോധ്യപ്പെടുത്തുക. ക്യാമറ വെക്കുന്നതിന് കൃത്യമായ സുരക്ഷാ കാരണങ്ങൾ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് മുൻപ് നടന്ന മോഷണം അല്ലെങ്കിൽ അതിർത്തി തർക്കം എന്നിവ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ക്യാമറ വെക്കുന്നതെങ്കിൽ അത് ഭാവിയിൽ സിവിൽ കോടതിയിലോ പോലീസ് അന്വേഷണത്തിലോ തെളിവായി ഉപയോഗിക്കാം. CCTV ക്യാമറയുടെ ഡിഫോൾട്ട് പാസ്വേഡ് മാറ്റുകയും ശക്തമായ പാസ്വേഡ് ഉപയോഗിക്കുകയും ചെയ്യുക. ദൃശ്യങ്ങൾ അനധികൃതമായി പുറത്തു പോകുന്നത് ഒഴിവാക്കാൻ ഇത് സഹായിക്കും. ചിലർ അതിർത്തി തർക്കങ്ങളുടെ പേരിൽ അയൽക്കാരെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കാൻ ക്യാമറകൾ വെക്കാറുണ്ട്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഒരാൾ ക്യാമറ വെച്ചാൽ നിങ്ങൾക്ക് പോലീസിലോ കോടതിയിലോ പരാതിപ്പെടാം. എന്നാൽ നിങ്ങൾ കൃത്യമായ നിയമപരിധിയിലാണ് ക്യാമറ വെച്ചിട്ടുള്ളതെങ്കിൽ അയൽവാസി നൽകുന്ന വ്യാജ പരാതികളെ ഭയപ്പെടേണ്ടതില്ല. കാരണം ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ സാധുവാണ്. ഇനി ഈ വിഷയത്തിൽ സാധാരണക്കാർ ചോദിക്കാറുള്ള ചില പ്രധാന ചോദ്യങ്ങളും അവയ്ക്കുള്ള നിയമപരമായ ഉത്തരങ്ങളും നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അയൽവാസി നിങ്ങളുടെ വീടിന് നേരെ ക്യാമറ വെച്ചാൽ എന്ത് ചെയ്യണം? ആദ്യം അവരോട് സൗഹൃദപരമായി സംസാരിച്ച് ആംഗിൾ മാറ്റാൻ പറയുക, അല്ലെങ്കിൽ പോലീസിലോ സിവിൽ കോടതിയിലോ പരാതി നൽകുക. രണ്ടാമത്തെ ചോദ്യം, ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറകൾ വെക്കാമോ എന്നതാണ്. മറ്റുള്ളവർ അറിയാതെ അവരുടെ സംഭാഷണങ്ങൾ രഹസ്യമായി റെക്കോർഡ് ചെയ്യുന്നത് വലിയ സ്വകാര്യതാ ലംഘനമാണ്. അതുകൊണ്ട് ഓഡിയോ റെക്കോർഡിംഗ് ഫീച്ചറുള്ള ക്യാമറകൾ പൊതുവിടങ്ങളിലേക്ക് തിരിച്ചു വെക്കരുത്. ഇനി മൂന്നാമത്തെ ചോദ്യം, അയൽക്കാരൻ ക്യാമറ തല്ലിപ്പൊളിച്ചാൽ എന്ത് ചെയ്യുമെന്നതാണ്. ക്യാമറ നശിപ്പിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. അതിന്റെ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പോലീസിൽ പരാതി നൽകിയാൽ അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യും. അടുത്ത ചോദ്യം, വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് സ്വന്തമായി CCTV വെക്കാൻ നിയമപരമായ അവകാശമുണ്ടോ എന്നതാണ്. ഉത്തരം ഉണ്ട് എന്നാണ്. എന്നാൽ വീട്ടുടമസ്ഥന്റെ രേഖാമൂലമുള്ള അനുവാദം വാങ്ങുന്നതാണ് തർക്കങ്ങൾ ഒഴിവാക്കാൻ നല്ലത്. അടുത്ത ചോദ്യം, CCTV ദൃശ്യങ്ങൾ എത്ര ദിവസം സൂക്ഷിച്ചു വെക്കണമെന്നാണ് നിയമം പറയുന്നത് എന്നാണ്. സാധാരണ വീടുകൾക്ക് കൃത്യമായ പരിധിയില്ല. എങ്കിലും നിയമപരമായ സുരക്ഷയ്ക്ക് കുറഞ്ഞത് 30 ദിവസത്തെ ബാക്കപ്പ് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അടുത്ത ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് CCTV ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാമോ എന്നതാണ്. കുറ്റകൃത്യമോ അപകടമോ നടന്നാലും മറ്റുള്ളവരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന രീതിയിൽ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ആവശ്യമെങ്കിൽ പോലീസിനോ ബന്ധപ്പെട്ട അധികാരികൾക്കോ കൈമാറുന്നതാണ് ഉചിതം. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രധാന നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും പോലെ തന്നെ സ്വകാര്യതയ്ക്കുള്ള അവകാശവും ഉറപ്പു നൽകുന്നുണ്ട്. IT ആക്ട് സെക്ഷൻ 66E പ്രകാരം ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുന്നതും പ്രചരിപ്പിക്കുന്നതും കുറ്റമാണ്. പുതിയ നിയമമായ ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ BNS സെക്ഷൻ 77 പ്രകാരം ഒരു സ്ത്രീയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ അവരുടെ അനുവാദമില്ലാതെ പകർത്തുന്നത് കഠിനമായ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അതുപോലെ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള കേരള പോലീസ് ആക്ട് സെക്ഷൻ 92 പ്രകാരം മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്നത് കുറ്റകരമാണ്. നിങ്ങളുടെ CCTV അയൽക്കാരെ നിരന്തരം നിരീക്ഷിക്കാനും അവരെ മാനസികമായി ബുദ്ധിമുട്ടിക്കാനും വേണ്ടിയാണ് വെച്ചിട്ടുള്ളതെന്ന് തെളിഞ്ഞാൽ പോലീസ് നടപടി ഉണ്ടാകും. എന്നാൽ നിങ്ങളുടെ ക്യാമറ നിയമപരമായാണ് വെച്ചിട്ടുള്ളതെങ്കിൽ അതിലെ ദൃശ്യങ്ങൾ കോടതിയിൽ തെളിവായി ഉപയോഗിക്കാൻ ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ 65B പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുകൊണ്ട് CCTVയിൽ കൃത്യമായ തീയതിയും സമയവും സെറ്റ് ചെയ്യാൻ മറക്കരുത്. ചുരുക്കത്തിൽ, സുരക്ഷ പ്രധാനമാണ്, ഒപ്പം അയൽക്കാരന്റെ സ്വകാര്യതയും. നിയമം അനുസരിച്ച് ക്യാമറകൾ സ്ഥാപിച്ച് സുരക്ഷിതരായിരിക്കുക. ഓർക്കുക, CCTVയുടെ ലക്ഷ്യം നിങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കലായിരിക്കണം, അയൽവാസിയെ നിരീക്ഷിക്കലല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.